Hey guys, welcome back to our channel. So, നമ്മൾ ഇന്നലെ വന്ന് nouns part 1 നമ്മൾ വീഡിയോ നോക്കിയിരുന്നു. അതിൽ നമ്മൾ nounsന്റെ various types വന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. അതിന്റെ ബേസിക് റൂൾസ് നമ്മൾ നോക്കി. ആൻഡ് ഇന്നലെ ഞാൻ ഒരു homework തന്നിരുന്നു to find out the meaning of this word unanimous. നമ്മൾ ഒരു homework തന്നിരുന്നു. അത് എന്ത് ഈ വേർഡ് വന്നിട്ട് jury has unanimously taken the decision പറഞ്ഞിട്ട് ഒരു സെന്റൻസിൽ നമ്മൾ ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ കണ്ടു. അതിൽ കുറേ പേര് കമന്റ്സിൽ വന്ന് ഇതിന്റെ മീനിങ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് കറക്റ്റ് ആൻസർ പറഞ്ഞിരുന്നു. സോ ഇതിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ വേർഡ് ഞാൻ കണ്ടു വിത്തൗട്ട് എനി അപ്പോസിഷൻ. സോ അതാണ് ഇതിന്റെ മീനിങ്. അപ്പോൾ യുനാനിമസ് എന്ന് പറഞ്ഞിട്ട് ജൂറി ഹാസ് യുനാനിമസ്ലി ടേക്കൻ ദ ഡിസിഷൻ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ഫ്രം ദി സെന്റൻസ് സോ യുനാനിമസ് എന്ന് പറഞ്ഞിട്ട് ജൂറി ഗ്രൂപ്പ് ഓഫ് ജഡ്ജസ്. സോ ഇവരൊക്കെ വന്നിട്ട് അതായത് എവറി വൺ ഇസ് ഓൺ ദി സെയിം പേജ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഒക്കെ സെയിം ആയിട്ട് ഏത് അപ്പോസിഷനും ഇല്ലാണ്ട് സെയിം ഡെസിഷന് അവര് ഫുള്ളായിട്ട് ഒരു ഫുൾ മൈൻഡോടെ ഫുൾ നന്നായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് അവർ അക്സെപ്റ്റ് ചെയ്തു വിത്തൗട്ട് എനി അപ്പോസിഷൻ. സോ നമ്മൾ ഇങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യും. ഇനിയൊരു വഴി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വൊക്കാബുലറി പറഞ്ഞ പാർട്ട് വന്നിട്ട് നമ്മുടെ എക്സാംസിൽ നമ്മൾ കുറെ കാണാം. സോ വൊക്കാബുലറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വിൽ ബി ആസ്ക്ഡ്. സോ അതിൽ വന്നിട്ട് സംടൈംസ് ഇത് കുറെ പ്രശ്നം നടക്കും. ഈ ചില വേർഡ്സ് നമ്മൾ കണ്ടിട്ടേ ഉണ്ടാവില്ല, അതിന്റെ മീനിങ് എന്താണെന്ന് കൂടി നമ്മൾക്ക് ഗസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഈ വൊക്കാബുലറി വേർഡ്സിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഒരു ട്രിക്ക് ഉണ്ട്, ചെറിയ ട്രിക്കാണ്. സോ റൂട്ട് വേർഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ട്രിക്കാണ്. ഈ റൂട്ട് വേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഈ റൂട്ട് വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഈ ചെറിയ ചെറിയ വേർഡ്സ് വെച്ചിട്ടാണ് ഈ ഇംഗ്ലീഷിൽ ചില വേർഡ്സ് കുറെ വേർഡ്സ് വന്നിട്ട് ഇതിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു റൂട്ട് വേർഡ് പറയാം. കോമൺലി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഇത് യൂസ് ചെയ്യുന്ന വേർഡാണ്. അപ്പോൾ ഈ മിസ് എന്ന് പറഞ്ഞ റൂട്ട് വേർഡ് ഉണ്ട്. ഇതിന്റെ മീനിങ് എന്താണ്? നോൺ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഓപ്പോസിറ്റ് മീനിങ് പറയാണ്. ഫോർ എക്സാമ്പിൾ മിസ് എന്ന് പറഞ്ഞാൽ സംതിങ് നോ ഓർ സംതിങ് ഓപ്പോസിറ്റ്. സോ ഫോർ എക്സാമ്പിൾ മിസ് ലീഡ്, mislead, misunderstand, misunderstand. സോ ഈ മിസ്അണ്ടർസ്റ്റാൻഡ് മിസ്ലീഡ് ഒക്കെ നമ്മൾ മിസ്ഗൈഡ് എന്തൊക്കെ മിസ് സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾക്കൊക്കെ ഓർമ്മ വരും. നിങ്ങൾക്ക് കുറേ വേർഡ്സ് ഓർമ്മ വരുന്നുണ്ടാവും മിസ് എന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട്. സോ ഈ മിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർ എക്സാമ്പിൾ മിസ്അണ്ടർസ്റ്റാൻഡിൽ എന്താണ്? മിസ് എന്ന് പറഞ്ഞാൽ നോ ആണ്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഓഫ് ദിസ് വേർഡ്. സോ അണ്ടർസ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് മീനിങ് മിസ്അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ലീഡ് ടു ലീഡ് എന്ന ഓപ്പോസിറ്റ് വേർഡ് ആയി മിസ്ലീഡ്. സോ മിസ് എന്ന് പറഞ്ഞിട്ട് ഒരു റൂട്ട് വേർഡ് വെച്ചിട്ട് നമ്മൾ ഒരു എക്സാമ്പിൾ നോക്കി. സോ ഇതാണ് റൂട്ട് വേർഡ്സ്. ഐ ഹോപ്പ് യു ഹാവ് ഗോട്ട് എൻ ഐഡിയ അബൌട്ട് റൂട്ട് വേർഡ്സ്. നമ്മൾ കുറേ റൂട്ട് വേർഡ്സ് നമ്മുടെ ഈ സെഷൻ നമ്മൾ ഈ സീരീസിൽ നമ്മൾ നോക്കും. അപ്പോൾ ഞാൻ റൂട്ട് വേർഡ്സ് എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഇപ്പോൾ പറഞ്ഞതാണ്. ആൻഡ് യുനാനിമസിലും ഒരു റൂട്ട് വേർഡ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ റൂട്ട് വേർഡ് ആനം ആണ്. ഇതിൽ കണ്ട യുനാനം ആനം. ഈ റൂട്ട് വേർഡ് എന്ന് പറഞ്ഞത് നെസസറിലി എപ്പോഴും ഫസ്റ്റിലോ എവിടെയെങ്കിലും വരുന്ന ആവശ്യമില്ല. മിഡിൽ വരാം, ലാസ്റ്റിൽ വരാം, ഏതെങ്കിലും പാർട്ട് ഓഫ് ദി വേർഡിൽ വരും. സോ നമ്മൾ ആ റൂട്ട് വേർഡ് ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി എന്തായിരിക്കും റൂട്ട് വേർഡ് എന്ന്. അപ്പോൾ ഈ ആനം പറഞ്ഞതാണ് റൂട്ട് വേർഡ്. ആൻഡ് ഈ റൂട്ട് വേർഡ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ വെച്ചാൽ ഇതിന് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എക്സാംസിൽ ചോദിക്കാറുണ്ട്. സോ ഈ ആനം പറഞ്ഞ റൂട്ട് വേർഡിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ something that is related to mind, okay, or something that is related to life or spirit. Okay, so ഇതാണ് ഇതിന്റെ മീനിങ്. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു വേർഡ് പറയാം, നിങ്ങൾക്ക് എന്താ പറയുക കുറച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇതിന്റെ മീനിങ് എന്തായിരിക്കും നിങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റും. സോ ആനിമേഷന്റെ വേർഡ് കേട്ടിട്ടുണ്ടാവും, എല്ലാവരും കേട്ടിട്ടുണ്ടാവും. സോ ആനിമേഷൻ പറഞ്ഞ വേർഡിന്റെ റൂട്ട് വേർഡാണ് ആനം. സോ ഈ ആനിമേഷൻ പറഞ്ഞിട്ട് എന്താണ്? ഗിവിംഗ് ലൈഫ് ടു ദി കാർട്ടൂൺ ക്യാരക്ടേഴ്സ്. ഓക്കെ, ചില പിക്ചേഴ്സ് ഉണ്ടാവും, അതിന് ലൈഫ് കൊടുക്കും, അതിന് മൂവ് ചെയ്യാൻ വയ്ക്കും. സോ ആനം പറഞ്ഞിട്ട് എന്താണ്? ലൈഫ് കൊടുത്തോ ക്യാരക്ടേഴ്സിന്. സോ അതാണ് ആനിമേഷൻ. സെയിം ഗോസ് ടു യുനാനിമസ്. ഇതിൽ എന്താണ്? സെയിം മൈൻഡ് എന്ന് വരുന്നു. സോ യുനാനിമസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സെയിം ഡെസിഷൻ, സെയിം യുണൈറ്റഡ് ആയിട്ടുണ്ട്. അവരുടെ
ആ ഐഡിയ, ആ മൈൻഡ്, ആ സം ഡെസിഷൻസ് അതിനെ പറ്റിയിട്ടുള്ള നിങ്ങൾ ഐഡിയാസ് എല്ലാവർക്കും സെയിം, നോ ദർ ഇസ് നോ ഡിസഗ്രിമെന്റ്. ഓക്കെ, സോ അങ്ങനത്തെ ഒരു വേർഡ് നമ്മൾക്ക് ഇപ്പൊ മനസ്സിലായി. ഇനിയൊരു വേർഡ് ആനിമൽസ് യൂസ് ചെയ്തിട്ട് ഇനിയൊരു വേർഡ് എന്താണെന്ന് വെച്ചാൽ ആനിമോസിറ്റി. ഓക്കെ, ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡാണ്. ഐ തിങ്ക് ലാസ്റ്റ് ഇയർ ഓർ അതിന് പ്രീവിയസ് ഇയറിൽ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ വേർഡ്. സോ ഈ വേർഡിന്റെ മീനിങ് വന്നിട്ട് ഹോംവർക്ക്. ഓക്കെ, എന്നിട്ട് ഹോംവർക്ക് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇനിയും കുറച്ച് ഓർമ്മയുണ്ടാവും. നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ, നിങ്ങളായിട്ട് ഡിക്ഷണറി പോയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഓർമ്മയുണ്ടാവും. ആൻഡ് വൊക്കാബുലറി വേർഡ്സ് ഞാൻ ഇവിടെ നമ്മൾ ഇവിടെ പഠിക്കാൻ നിങ്ങൾ വന്നിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. റൂൾസ് തന്നെയായിട്ട് ആൻഡ് ഈ വേർഡ്സ്, വൊക്കാബുലറി വേർഡ്സ് നിങ്ങൾ ന്യൂ ആയിട്ട് എന്തൊക്കെ പഠിക്കണം അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യും. ഓക്കെ, സോ ഇറ്റ് വിൽ ബി യൂസ്ഫുൾ. ലാസ്റ്റ് മിനിറ്റ് നമ്മുടെ റിവിഷന് വന്നിട്ട് യൂസ്ഫുൾ ആയിരിക്കും ഈ വേർഡ്സ് ഒക്കെ. ഓക്കെ, സോ വിൽ മൂവ് ഓൺ ടു അവർ നൗൺസ് പാർട്ട് 2 വീഡിയോ സെഷൻ. ആൻഡ് ഈ നൗൺസ് വീഡിയോ നൗൺസ് പാർട്ട് 2 നമ്മൾ ടൈപ്സ് ഇല്ല, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്യില്ല. അതായത് ഔട്ട് ഓഫ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ക്വസ്റ്റ്യൻസ് നമ്മൾ വന്നിട്ട് ടോട്ടലായിട്ട് റൂൾസ്, ഇമ്പോർട്ടൻറ്റ് റൂൾസ്, എന്താ പറയാ, കുറെ ചോദിക്കുന്ന റൂൾസ് മാത്രമേ നമ്മൾ എക്സാംസിൽ ചോദിക്കുന്ന റൂൾസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ആൻഡ് ലാസ്റ്റിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഒരു എന്താ പറയാ, ഒരു പോപ്പ് ക്വിസ് ഉണ്ട്. ഓക്കെ, സോ അതും നമ്മൾ നോക്കാം. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ നൗൺസ് പാർട്ട് 2 സെഷൻ. അടുത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫ്രീക്വൻ്റ് ആയിട്ട് ഒരു ടോപ്പിക്കിന് ചോദിക്കും. നൗൺ എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക്കിന് ചോദിക്കും. പൊസസീവ് കേസ്. ഈ പൊസസീവ് കേസ് ഇല്ല, പൊസിഷൻ എന്ന് പറഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും സാധനത്തിൻ്റെ, അതായത് ഇവിടെ നമ്മൾ അപ്പോസ്ട്രോഫി എസ് യൂസ് ചെയ്തിച്ചാൽ നമ്മൾ പൊസസീവ് അങ്ങനെ പറയും. ഫോർ എക്സാമ്പിൾ റാംസ് കാർ. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തു, ഈ പൊസസീവ് കേസ് എന്ന് പറഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ എന്താണ് റാമിൻ്റെ കാറ്, അതായത് റാമിൻ്റെ അവൻ്റെ റാമിൻ്റെ കാറ്. അപ്പോൾ റാമിൻ്റെ പൊസിഷൻ അല്ലേ, റാമിൻ്റെ അല്ലേ, അപ്പോൾ റാമിൻ്റെ കാറ്. അപ്പോൾ ഈ ഇൻ്റെ എന്ന് പറഞ്ഞതിന് ഞാൻ എന്ത് ചെയ്തു, അപ്പോസ്ട്രോഫി എസ് കൊടുത്തു. അപ്പോൾ ഈ പൊസസീവ് പറഞ്ഞു വെച്ചാൽ ഏതെങ്കിലും സാധനത്തിൻ്റെ നൗനുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ പൊസസീവ് കേസ് ആയിട്ട് ഞാൻ അപ്പോസ്ട്രോഫി എസ് ചെയ്തു, അപ്പോസ്ട്രോഫി എസ് കൊടുക്കും. ഇതെന്താണ് റൂൾ എന്ന് വെച്ചാൽ ഈ പൊസസീവ് കേസ് അപ്പോസ്ട്രോഫി എസ് വന്നിട്ട് വെറും ലിവിങ് തിങ്സിന് മാത്രമേ വരുള്ളൂ. സോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡോഗ്സ് ടെയിൽ. ഓക്കെ, ഈ ഡോഗ് എന്ന് പറഞ്ഞത് എന്താണ്, റാം ആയിക്കോട്ടെ ഡോഗ് ഒക്കെ ആയിക്കോട്ടെ, എന്താണ്, ഇതൊക്കെ ലിവിങ് തിങ്സ് ആണ്. അപ്പോൾ ഈ സാധനത്തിൻ്റെ ഇൻ്റെ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, അപ്പോസ്ട്രോഫി എസ് കൊടുത്തു. അപ്പോൾ ഫസ്റ്റ് ഈ സാധനത്തിൻ്റെ ഇത് സെക്കൻഡ് പാർട്ട്. സോ ഈ സാധനത്തിൻ്റെ അപ്പോസ്ട്രോഫി എസ് കൊടുത്തു. സപ്പോസ് ഇനിയൊരു റൂൾ എന്താണെന്ന് വെച്ചാൽ, സപ്പോസ് ഏതെങ്കിലും പേര്, ഏതെങ്കിലും നൗൺ അത് ഇതർ എസ് കൊണ്ട് എൻഡ് അയച്ച്, അതായത് അതിൻ്റെ ലാസ്റ്റ് എൻഡിങ് ലെറ്റർ എസ് കൊണ്ട് കഴിഞ്ഞു വെച്ചാൽ, ഇല്ലെങ്കിൽ അതിൻ്റെ സൗണ്ട് വന്ന് സാല് കഴിഞ്ഞു വെച്ചാൽ അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ അപ്പോസ്ട്രോഫി എസ് കൊടുത്തു, നമ്മളിവിടെ അതിൻ്റെ സാധനം അതിൻ്റെ എന്ന് പറയാൻ നമ്മൾ വെറും അപ്പോസ്ട്രോഫി മാത്രമേ കൊടുക്കുള്ളൂ. അപ്പോൾ ഈ സിമ്പിൾ എന്ന് പറഞ്ഞതാണ്, ഇതാണ് വന്നിട്ട് അപ്പോസ്ട്രോഫി. സോ ഈ സിമ്പിളിന് നമ്മൾ അപ്പോസ്ട്രോഫി ഇങ്ങനെയാ പറയാ. അപ്പോൾ ഈ സിമ്പിൾ മീനിങ് എന്താണ്, അതിൻ്റെ എന്ന് പറയാനുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു എക്സാമ്പിൾ എടുക്കുന്നു. ജെയിംസ് എന്ന് ഒരാള്. ഓക്കെ, ജെയിംസ് വന്നിട്ട് നൗൺ അല്ല, ഒരു പേഴ്സൻ്റെ നെയിം അല്ല. അപ്പോൾ എന്തായി, ജെയിംസിൻ്റെ ബൈക്ക് എന്ന് വെച്ചോളെ. ഈ ജെയിംസിൻ്റെ ബൈക്ക് എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ പറയും, ജെയിംസിൻ്റെ ബൈക്ക്. ഇവിടെ നോക്കിച്ചാൽ ജെയിംസ് എന്ന് പറഞ്ഞ പേര് എസ് കൊണ്ട് കഴിയണം. അപ്പം ഞാൻ എന്ത് പറഞ്ഞു, എസ് കൊണ്ട് കഴിഞ്ഞു വെച്ചാൽ ഞാൻ എന്ത് യൂസ് ചെയ്യും, ഇവിടെ ഞാൻ എസ് യൂസ് ചെയ്യില്ല, അപ്പോസ്ട്രോഫി എസ് യൂസ് ചെയ്യാണ്ട് ഞാൻ വരും അപ്പോസ്ട്രോഫി മാത്രമേ യൂസ് ചെയ്യുള്ളൂ.
അപ്പോൾ ജെയിംസിന്റെ ബൈക്ക്. അപ്പോൾ എസ് കൊണ്ട് ഇവിടെ ഉണ്ടാവണ കാരണം ഞാൻ വെറും എപ്പോസ്ട്രോഫി മാത്രമേ കൊടുക്കുള്ളൂ, എസ് കൊടുത്തിട്ടില്ല. സപ്പോസ് ഗ്രേസ് എന്ന് പറഞ്ഞ പേരുണ്ട്. ഓക്കെ, ഗ്രേസിന്റെ വീട് എന്ന് പറയാം. ഗ്രേസിന്റെ വീട് ഇവിടെ എന്തായി, എസ് കൊണ്ട് കഴിഞ്ഞിട്ടില്ല, പക്ഷെ ഇവിടെ സൗണ്ട് സാലല്ല കഴിയണ, ഗ്രേസ് സാലല്ല കഴിയണ. അപ്പോൾ ഞാൻ ഇവിടെ എന്താ പറഞ്ഞ, സപ്പോസ് സൗണ്ട് എസ് കൊണ്ട് കഴിഞ്ഞിട്ട് സാല് കഴിഞ്ഞിട്ട്, അപ്പോഴും ഞാൻ വെറും അതിൻ്റെ ഗ്രേസിൻ്റെ ഉണ്ടെന്ന് പറയാൻ ഞാൻ എസ് കൊടുക്കാണ്ട് വെറും എപ്പോസ്ട്രോഫി മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, സോ ഇത് മനസ്സിലായിട്ടുണ്ടാവും. ഇത് എപ്പോസ്ട്രോഫി എസ് അതിൻ്റെ പറയാൻ വേണ്ടിയിട്ട് ഞാൻ ലിവിങ് തിങ്സിന് മാത്രമേ ഞാൻ എപ്പോസ്ട്രോഫി എസ് യൂസ് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യില്ല. നെക്സ്റ്റ് നമ്മൾ ലിവിങ് തിങ്സിന് നോക്കി. ഈ നോൺ ലിവിങ് തിങ്സ് അതിനൊക്കെ നമ്മൾ അതിൻ്റെ ആ സാധനത്തിൻ്റെയൊക്കെ നമ്മൾ എങ്ങനെ അതിൻ്റെ നമ്മൾ പറയും നോക്കാം. ഈ നോൺ ലിവിങ് തിങ്സ് നോക്കാം. ഈ നോൺ ലിവിങ് തിങ്സ് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ടേബിൾസ്, ലെഗ്. ഓക്കെ, ഈ ടേബിളിന്റെ ലെഗ്, അപ്പോൾ ഈ ടേബിളിന്റെ കാല്. അപ്പോൾ ഈ ടേബിളിന്റെ എന്ന് പറയുമ്പോൾ ഇത് ടേബിൾ എന്ന് പറഞ്ഞത് എന്താണ്, നോൺ ലിവിങ് തിങ് ആണ്. അപ്പോൾ ഞാൻ അതിൻ്റെ എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോസ്ട്രോഫി എസ് കൊടുക്കില്ല. അതിന് പകരം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ലെഗ് ഓഫ് ദ ടേബിൾ എന്ന് കൊടുക്കണം. അപ്പോൾ ഈ നോൺ ലിവിങ് തിങ്സിനൊക്കെ ഞാൻ അതിൻ്റെ ആ സാധനത്തിൻ്റെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ എപ്പോസ്ട്രോഫി എസ് കൊടുക്കില്ല, അതിൻ്റെ പകരം ഞാൻ ഓഫ് ദ എന്ന് കൊടുക്കും. സോ ഫസ്റ്റ്, അതായത് ഏത് സാധനത്തിൻ്റെയോ അത് വന്നിട്ട് ഈ സെക്കൻഡിൽ വരും, പിന്നെ എന്ത് സാധനമോ അത് വന്ന് ഫസ്റ്റിൽ വരും. സോ മെയിൻ സാധനം ഇതിൻ്റെയോ അത് വന്നിട്ട് സെക്കൻഡിൽ വരും, ഓഫ് ദ പിന്നെ വരും. ഫസ്റ്റ് സാധനം ലെഗ് ഇവിടെ വന്നിട്ട് ഫസ്റ്റിൽ വന്നു. സോ ഓഫ് ദ കൊണ്ട് കണക്ട് ചെയ്യണം. നോൺ ലിവിങ് തിങ്സിന് എപ്പോസ്ട്രോഫി എസ് കൊടുക്കാൻ പാടില്ല അതിൻ്റെ എന്ന് പറയുമ്പോൾ, ആൻഡ് അതിന് പകരം ഓഫ് ദ കൊടുക്കണം. ഇതിൻ്റെയോ ഏത് സാധനത്തിൻ്റെയോ അത് സെക്കൻഡിൽ വരും, എന്ത് സാധനമോ അത് ഫസ്റ്റിൽ വരും. ഇപ്പോൾ ഞാൻ ഇനിയൊരു എക്സാമ്പിൾ പറയാം. കാർസ്, വീൽസ്. സോ ഞാൻ ഇവിടെ എന്ത് ചെയ്യും, ഇത് കാർ എന്ന് പറഞ്ഞത് എന്താണ്, നോൺ ലിവിങ് തിങ് ആണ്. അപ്പോൾ ഞാൻ എപ്പോസ്ട്രോഫി എസ് കൊടുക്കില്ല, അതിന് പകരം ഞാൻ എന്ത് എഴുതും, വീൽസ്. കാറിൻ്റെ അല്ല, അപ്പോൾ അതെല്ലാം സെക്കൻഡ് വരണ്ടേ. അപ്പോൾ എന്ത് സാധനം അത് ഫസ്റ്റ് വന്നു, ഞാൻ ഓഫ് ദ കൊടുത്തു. എന്തിൻ്റെയോ കാറിൻ്റെ ആയിരുന്നു, കാറിൻ്റെ വീലുകളായിരുന്നു. അപ്പോൾ കാറിൻ്റെ എന്ന് പറയുമ്പോൾ സെക്കൻഡ് വന്നു. സോ വീലുകൾ ഓഫ് ദ കാർ. ഓക്കെ, സോ ഇത് നോൺ ലിവിങ് തിങ്സിന് എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ചില പേർക്ക് ഡൗട്ട് ഉണ്ടാവും, ചില പ്ലൂറൽ വേർബ്സ് ഉണ്ട്, അതായത് പ്ലൂറൽ നൗൺസ് ഉണ്ട്, അതായത് ഗേൾസ് ആയിക്കോട്ടെ ബോയ്സ് ആയിക്കോട്ടെ, ഇവരുടെയൊക്കെ വന്നിട്ട് എസ് കൊണ്ട് കഴിയണം. അപ്പോൾ ഇവരുടെ ഇത് നോൺ ലിവിങ് തിങ്സ് ആണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ എങ്ങനെ നമ്മൾ പൊസിഷൻ കൊടുക്കും വെച്ചാൽ ഈ എസ് കൊണ്ട് കഴിയണം. അതുകൊണ്ട് ഈ പ്ലൂറൽ പറഞ്ഞ ഈ പ്ലൂറൽ നൗൺസ് ഏതൊക്കെ എസ് കൊണ്ട് കഴിയണോ സെയിം റൂൾ തന്നെ. എസ് കൊണ്ട് കഴിഞ്ഞിട്ട് വെറും അപ്പോസ്ട്രോഫി മാത്രമേ കൊടുക്കുള്ളൂ. ബോയ്സ് സ്കൂൾ, ഓക്കെ, എസ് വല്ല വെറും അപ്പോസ്ട്രോഫി. ബോയ്സിന്റെ സ്കൂൾ, അപ്പോൾ അപ്പോസ്ട്രോഫി എസ്. സപ്പോസ് ചില പ്ലൂറലിന് വന്നിട്ട് എസ് കൊണ്ട് കഴിയില്ല, ഫോർ എക്സാമ്പിൾ ചിൽഡ്രൻ. അപ്പോൾ ചിൽഡ്രൻ പറഞ്ഞത് എസ് കൊണ്ട് കഴിഞ്ഞ, അപ്പോൾ ഇതിന് ആസ് യൂഷ്വൽ നമ്മൾ എന്ത് ചെയ്തു, അപ്പോസ്ട്രോഫി എസ് കൊടുത്തു. ലിവിങ് തിങ് അപ്പോസ്ട്രോഫി എസ് കൊടുത്ത് എസ് കൊണ്ട് കഴിയാത്ത കാരണം ചിൽഡ്രൻസ് പാർക്ക്. ഓക്കെ, ചിൽഡ്രൻ്റെ പാർക്ക്. ഓക്കെ, സോ പ്ലൂറൽ ഫോം പ്ലൂറൽ നൗണിന് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതാണ് റൂൾ. ഓക്കെ, സോ ഐ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദിസ്. ഇപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ചെറിയ ചെറിയ ടോപ്പിക്സിലേക്ക് പോവാം. നെക്സ്റ്റ് ചില വേർഡ്സ് ഉണ്ട് അത് എസ് കൊണ്ട് കഴിയും, പക്ഷെ അത് എപ്പോഴും സിംഗുലർ ആയിട്ടേ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നമ്മുടെ മാത്തമാറ്റിക്സ്, ഇതെന്താണ് എസ് കൊണ്ട് കഴിയണം, പക്ഷെ ഇതെന്താണ് സിംഗുലർ അല്ല, ഒരു സബ്ജക്റ്റ് അല്ല. മാത്തമാറ്റിക്സ് ഒരു സബ്ജക്റ്റ്. പിന്നെ നമ്മുടെ അത്ലറ്റിക്സ്,
ഇതും എസ് കൊണ്ട് കഴിയുന്നു. അപ്പോൾ ചില എക്സെപ്ഷൻ നൗൺസ് ഉണ്ട്, അത് എസ് കൊണ്ട് കഴിയും, പക്ഷെ അത് പ്ലൂറൽ അല്ല, സിംഗുലർ ആണ്. മാത്തമാറ്റിക്സ്, മാത്സ് is an interesting subject. Maths is an interesting subject. Okay. So എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ക്ഷമിക്കണം, ഞാൻ പിന്നെയും ചോദിക്കാൻ. ആൻഡ് സോ ഇവിടെ ഞാൻ എന്ത് യൂസ് ചെയ്തു, മാത്സ് എസ് കൊണ്ട് കഴിയുന്നു, പക്ഷെ ഞാൻ ഇസ് ആണ്. സോ ചില വേർഡ്സ് ഉണ്ടാവും എസ് കൊണ്ട് കഴിയും, അത് എപ്പോഴും നമ്മൾ സിംഗുലർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഇതൊക്കെ വന്നിട്ട് nouns that end with s, but we will always consider it as singular nouns. ചില വേർഡ്സ് വന്നിട്ട് എപ്പോഴും പ്ലൂറൽ ആയിട്ടേ ഉണ്ടാവും, ചില നൗൺസ് എപ്പോഴും പ്ലൂറൽ ആയിട്ടേ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ സ്പെക്ടിക്കിൾസ്, പിന്നെ സിസേഴ്സ്, ട്രൗസേഴ്സ്, ഇതൊക്കെ എന്താണ്, ഇതൊക്കെ വന്നിട്ട് എസ് കൊണ്ട് ഇതൊക്കെ എപ്പോഴും പ്ലൂറൽ ഫോമിലേ ഉണ്ടാവുള്ളൂ, എപ്പോഴും പ്ലൂറൽ ഫോമിലേ ഉണ്ടാവുള്ളൂ, ഓൾവേസ്. എന്താ വെച്ചാൽ സിസർ എന്ന് പറഞ്ഞാൽ ഒന്നല്ലല്ലോ, രണ്ടല്ലേ, ഇങ്ങനെ ഉണ്ടാവില്ലേ, രണ്ടെണ്ണം ഉണ്ടാവും. അറ്റ് ദ സെയിം ടൈം സ്പെക്ടിക്കിൾസ് രണ്ടെണ്ണം ഉണ്ടാവും, ഒന്ന് വെച്ചിട്ട് ഇത് എപ്പോഴും യൂസ്ലെസ് ആണ്. അപ്പോൾ രണ്ട് സാധനം എപ്പോഴുമേ കോമൺ ആയിട്ട് ഉണ്ടാവുള്ളൂ, അപ്പോൾ നമ്മൾ എപ്പോഴും ഇതിനെ പ്ലൂറൽ ആയിട്ട് കൺസിഡർ ചെയ്യും. വേർ ആർ മൈ scissors. അപ്പോൾ ഞാൻ എന്ത് യൂസ് ചെയ്തു, ഞാൻ ഒരു സിസർ അത് ചോദിക്കാൻ ഞാൻ ഇൻ സെൻസ്, പക്ഷെ ഞാൻ പ്ലൂറൽ ആയിട്ട് യൂസ് ചെയ്യാം. സോ ഇതൊക്കെ എപ്പോഴും പ്ലൂറൽ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും, ഈ നൗൺസ് ഒക്കെ. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഹൈഫനേറ്റഡ് നൗൺസ്. hyphenated nouns. ഹൈഫനേറ്റഡ് പറഞ്ഞാൽ ഹൈഫൻ പറഞ്ഞാൽ ഈ സിമ്പിൾ ആണ്, ഈ മൈനസ് ഇതാണ് ഹൈഫൻ. സോ ഇതൊക്കെ എപ്പോഴും സിംഗുലറിലേ വരുള്ളൂ. ഓക്കെ, സോ ഇതിൻ്റെ യൂണിറ്റ് എപ്പോഴും സിംഗുലറിലേ വരുള്ളൂ. ഫോർ എക്സാമ്പിൾ ഷീ ഈസ് 6 years old. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്തു, ഇത് വന്നിട്ട് ഹൈഫൻ യൂസ് ചെയ്തിട്ടുണ്ട്. 6 എന്ന് പറഞ്ഞത് പ്ലൂറൽ ആയാലും ഞാനിവിടെ ഇയേഴ്സ് എന്ന് ഇട്ടിട്ടില്ല, സിംഗുലർ ആയിട്ടേ ഇട്ടിട്ടുള്ളൂ. എന്തുകൊണ്ട്, ഈ നമ്പർ വന്നിട്ട് പ്ലൂറൽ ആയാലും എൻ്റെ യൂണിറ്റ് വന്നിട്ട് ഇയർ ആണ് ഇവിടുത്തെ യൂണിറ്റ്. സോ ഈ യൂണിറ്റ് എപ്പോഴും സിംഗുലർ ആയിട്ടേ ഉണ്ടാവും, എന്തുകൊണ്ട് ഈ ഹൈഫൺ ഉണ്ട്. പിന്നെ ഹൈഫനേറ്റഡ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നെക്സ്റ്റ് വന്നിട്ട് സപ്പോസ്, ഇത് ഇനിയൊരു റൂളാണ്, നമ്പർ യൂണിറ്റ് നൗൺ. ഓക്കെ, ഇല്ലെങ്കിൽ നമ്പർ യൂണിറ്റ്. ഇതിൻ്റെ എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ 10 rupee notes. ഇത് 10 rupees. സോ ഞാനിവിടെ എന്ത് ചെയ്തു, ഇവിടെ സപ്പോസ് ഈ നമ്പർ എന്ന് പറഞ്ഞത് ഈ 10 ആണ്, യൂണിറ്റ് വന്നിട്ട് ഈ റുപ്പി ആണ്, നൗൺ നോട്ട്സ് ആണ്. ഇവിടെ ഇത് നമ്പർ യൂണിറ്റ്. സപ്പോസ് ഇതിലത്തെ ഡിഫറൻസ് എന്താണ്, ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഇവിടുത്തെ യൂണിറ്റിന് ഇത് എന്തിൻ്റെ പ്ലൂറൽ ഫോമിലായിക്കോട്ടെ, ഈ 10 എന്ന് പറഞ്ഞത് പ്ലൂറൽ നമ്പറാണ്, ഇത് പ്ലൂറൽ ആയാലും ഞാൻ ഇവിടെ എന്ത് ചെയ്തു, ഞാൻ സിംഗുലർ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ട്, ഞാനിവിടെ ഈ യൂണിറ്റ് എപ്പോഴും ഈ യൂണിറ്റ് ഇസ് ഫോളോഡ് ബൈ നൗൺ എന്ന് പറഞ്ഞു വെച്ചാൽ, ഈ യൂണിറ്റ് വന്നിട്ട് ഈ നമ്പർ പ്ലൂറൽ ആയാലും ശരി സിംഗുലർ ആയാലും ശരി ഈ യൂണിറ്റ് വന്നിട്ട് സിംഗുലറിലേ ഉണ്ടാവാൻ പാടുള്ളൂ. സപ്പോസ് ഈ നമ്പർ വന്നിട്ട് നൗൺ, ഇത് യൂണിറ്റ് ഫോളോഡ് ബൈ നൗൺ എന്ന് പറഞ്ഞാൽ ഈ നൗൺ വന്നിട്ട് ഈ നമ്പറിനെ ബേസ് ചെയ്തിട്ട് ഉണ്ടാവും. സപ്പോസ് ഇവിടെ നൗൺ ഇല്ല, ഫോർ എക്സാമ്പിൾ ഇവിടെ 10 rupees ഉള്ളൂ, അപ്പോൾ ഇവിടെ നൗൺ ഇല്ലാതുകൊണ്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്തു, നമ്പറിനെ ബേസ് ചെയ്തിട്ട്
ഈ യൂണിറ്റ് വന്നിട്ട് പ്ലൂറൽ ആയിട്ടോ സിംഗുലർ ആയിട്ടോ ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ വന്ന് 10 പറഞ്ഞത് നമ്പർ, ഇത് വന്നിട്ട് പ്ലൂറൽ. ഇവിടെ വന്നിട്ട് യൂണിറ്റ് മാത്രമേ ഉള്ളൂ, യൂണിറ്റിനെ ഫോളോ ചെയ്ത നൗൺ എതും ഇല്ല. അതുകൊണ്ട് ഈ 10 എന്ന് പറഞ്ഞ നമ്പറിനെ ബേസ് ചെയ്തിട്ട് ഈ പ്ലൂറൽ മാറി. അപ്പോൾ അതുകൊണ്ട് മാറ്റിയിട്ട് അതുകൊണ്ട് ഇവിടെ വന്നിട്ട് സപ്പോസ് നമ്പർ വന്നിട്ട് ഈ യൂണിറ്റ് വന്നിട്ട് നൗൺ ഫോളോ ചെയ്ത് വെച്ചാൽ ഈ യൂണിറ്റ് മാറില്ല, നൗൺ മാത്രമേ മാറുള്ളൂ ബേസ്ഡ് ഓൺ ദ നമ്പർ. സപ്പോസ് യൂണിറ്റ് നൗൺ ഇല്ലെങ്കിൽ യൂണിറ്റ് ഫോളോ ചെയ്തിട്ട് നൗൺ ഇല്ലെങ്കിൽ ഈ നമ്പറിനെ ബേസ് ചെയ്തിട്ട് യൂണിറ്റ് മാറും. സോ നെക്സ്റ്റ്, സപ്പോസ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളാണ്, നോട്ട് ചെയ്തോളൂ. ഇതെന്താണെന്ന് വെച്ചാൽ സപ്പോസ് if two nouns are connected by preposition, ആ nouns എപ്പോഴും സിംഗുലർ ഫോമിലേ ഉണ്ടാവാൻ പാടുള്ളൂ. ഓക്കെ, if two nouns are connected by preposition, ആ രണ്ട് നൗൺസും എപ്പോഴും സിംഗുലർ ഫോമിലേ ഉണ്ടാവാൻ പാടുള്ളൂ. ഫോർ എക്സാമ്പിൾ, I read word by word of the book. സോ ഇവിടെ നോക്കൂ, ഞാൻ എന്ത് ചെയ്തു, ഈ വേർഡ് ഇതൊക്കെ എന്താണ്, നൗണാണ്. അപ്പോൾ ഈ രണ്ട് നൗണും എന്ത് ചെയ്തു, ഈ ബൈ എന്ന് പറഞ്ഞ പ്രപ്പോസിഷൻ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പ്ലൂറൽ ഇട്ടിട്ടില്ല, എന്തായി, ഞാൻ സിംഗുലറിലേ ഇട്ടിട്ടുള്ളൂ. ഇപ്പോൾ നെക്സ്റ്റ് ഞാൻ എക്സാമ്പിൾ കാണിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഇനിയും മനസ്സിലാവും. വില്ലേജ് ആഫ്റ്റർ വില്ലേജ്. were distributed with food ആയിക്കോട്ടെ. അപ്പോൾ ഇവിടെ എന്തായി, വില്ലേജ് ആഫ്റ്റർ വില്ലേജ്. ഇത് ടോട്ടലായിട്ട്, അതായത് വില്ലേജ് ആഫ്റ്റർ വില്ലേജ്, ഇത് വന്ന് ടോട്ടലായിട്ട് പ്ലൂറൽ മീനിങ്ങിലുണ്ട്. അതായത് കുറേ വില്ലേജ് ആണ്. പക്ഷേ ഇവിടെ എന്തായി, ഈ വില്ലേജും നൗൺ അല്ല, പക്ഷേ ഇത് പ്രിപ്പോസിഷൻ കൊണ്ട് കണക്ട് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് വന്നിട്ട് ഞാൻ സിംഗുലറിലേ ഇട്ടിട്ടുള്ളൂ, വില്ലേജസ് എന്ന് ഇട്ടിട്ടില്ല, ഇവിടെയും വില്ലേജസ് എന്ന് ഇട്ടിട്ടില്ല, സിംഗുലർ ഫോമിലേ ഉള്ളൂ. അതുകൊണ്ട് ഇത് ഇൻ ടോട്ടൽ വില്ലേജ് ആഫ്റ്റർ വില്ലേജ് വന്നിട്ട് എന്ത് സെൻസിലുണ്ട്, കുറേ വില്ലേജസിനെ പറയണേ. അപ്പോൾ ഈ കുറേ വില്ലേജസ് വന്നിട്ട് ഫുഡ് വെച്ചിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഞാൻ എന്ത് കൊടുത്തു, പ്ലൂറൽ വേർബ് കൊടുത്തു. വേർബ് പ്ലൂറൽ ഉണ്ട്, പക്ഷേ ഇത് പ്രപ്പോസിഷൻ കൊണ്ട് ഈ രണ്ട് നൗൺസും കണക്ട് ആയതാണ് ഈ നൗൺസ് വന്നിട്ട് സിംഗുലർ ഫോമിലേ ഉള്ളൂ. ആൻഡ് ലാസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്, വൺ ഓഫ് ദ എങ്ങനെയെന്ന് പറഞ്ഞു വെച്ചാൽ ഇവിടെ ഒരു നൗൺ വരും, ആ നൗൺ എപ്പോഴും പ്ലൂറൽ ഫോമിലേ ഉണ്ടാവാൻ പാടുള്ളൂ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഫോർ എക്സാമ്പിൾ, വൺ ഓഫ് മൈ ഫ്രണ്ട്സ് is a doctor. Okay, so ഈ വൺ ഓഫ് ദ അതിനെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സിൽ ഒരാൾ, എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാരിൽ ഒരാൾ. വൺ ഓഫ് എന്ന് വെച്ചാൽ കുറേ പേരിൽ ഒരാളിനെയാണ് നമ്മൾ വൺ ഓഫ് എന്ന് പറയാം. അപ്പോൾ ഈ വൺ ഓഫ് എന്ന് പറഞ്ഞു വെച്ചാൽ ഇത് എപ്പോഴും പ്ലൂറലായിട്ടേ ഉണ്ടാവാൻ പാടുള്ളൂ. ഈ വൺ ഓഫ് ഫോളോ ചെയ്യുന്ന ഈ നൗൺ വന്നിട്ട് എപ്പോഴും പ്ലൂറലായിട്ടേ ഉണ്ടാവാൻ പാടുള്ളൂ. ഇത് ഫോളോ ചെയ്യുന്ന വേർബ് വന്നിട്ട് ഈ വൺ ഓഫിൽ ഫോളോ ചെയ്യുന്ന പോലെ ഇത് സിംഗുലറിൽ ഉണ്ടാവണം. വൺ എന്ന് പറഞ്ഞത് സിംഗുലർ അല്ലേ, അപ്പോൾ ഇവിടെ സിംഗുലർ വേർബ് ഉണ്ടാവണം. പക്ഷേ ഇവിടുത്തെ ഈ വൺ ഓഫിന് ഫോളോ ചെയ്യുന്ന ഈ നൗൺ വന്നിട്ട് പ്ലൂറൽ ഫോമിലേ ഉണ്ടാവുള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഗ്രൂപ്പിൽ നിന്നല്ല ഒരാളിനെ സെലക്ട് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഇത് പ്ലൂറലിലേ ഉണ്ടാവാൻ പാടുള്ളൂ. ഓക്കെ, സോ ഇപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് കുറേ ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ.
സോ നിങ്ങൾക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ഐ ഹോപ്പ് ദാറ്റ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ഓൾ ദി കോൺസെപ്റ്റ്സ് ആൻഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ പറയാം ആൻഡ് ഞാൻ ഇവിടെ വന്ന് ഒരു ക്വസ്റ്റ്യൻ സെഷൻ വയ്ക്കാം ആൻഡ് നിങ്ങളുടെ ആൻസേഴ്സ് വന്നിട്ട് നിങ്ങൾ കമൻറ്റിൽ ഇടാം. ഓക്കെ. സോ ഈ ക്വസ്റ്റ്യൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ആൻഡ് ഇല്ലെങ്കിൽ പോസ് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ആൻസർ നോക്കൂ. സോ ഇത് ഹോംവർക്കാണ്. നിങ്ങൾ ആൻസർ നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത കോൺസെപ്റ്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടെങ്കിൽ നിങ്ങൾ കമൻസിലിടൂ ആൻഡ് വീണ്ടും നാളെ ഒരു ടോപ്പിക്കിൽ നിങ്ങളെ കാണാം. നന്ദി, നമസ്കാരം.